ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ഷജീല ഹലീമ. നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങൾക്ക് വേണ്ടിയും നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്നുണ്ട് അല്ലേ. പക്ഷെ ചിലർക്കൊക്കെ ആണെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ തീരെ നടക്കുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട് അല്ലേ. അപ്പം എന്തുകൊണ്ടാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ നടക്കാത്തത്? ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ജെന്യുവൻ ആയിട്ടുള്ളൊരു സംഭവമാണ് അല്ലേ. അപ്പം ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്തുകൊണ്ടാണ് നടക്കാതെ പോകുന്നത്? ചില ആൾക്കാർക്ക് ലക്കുള്ളത് കൊണ്ടാണോ? അവർ ഈസി ആയിട്ട് അവർ ഓരോ കാര്യങ്ങൾ വിചാരിക്കുന്നു, അവർ ഈസി ആയിട്ട് അത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്നു, വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് എല്ലാ കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റുന്നു. എന്നാൽ ചിലരാണെങ്കിലോ എല്ലാ മാർഗങ്ങളും എല്ലാ ടെക്നിക്കുകളും അവർ യൂസ് ചെയ്യുന്നു, ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു, അഫർമേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു, അവർ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷെ അവർക്ക് ലോ ഓഫ് അട്രാക്ഷൻ പെട്ടെന്ന് തന്നെ അത് ശരിക്കും റിയാലിറ്റിയിലേക്ക് വരുന്നില്ല. എന്താണ് അതിനുള്ള റീസൺ? ഇതിൻ്റെ സയൻറ്റിഫിക് റീസൺ എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില ആൾക്കാർ ഈ ലോ ഓഫ് അട്രാക്ഷനിലൊന്നും വിശ്വസിക്കുന്നില്ല, പക്ഷെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ അവർ അച്ചീവ് ചെയ്യുന്നു, സമ്പന്നതയിൽ നിന്ന് സമ്പന്നതയിലേക്ക് അവർ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമുക്ക് ആൾക്കാർ മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം. 3 കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്. ഒന്നെന്ന് പറയുന്നത് എന്ത് കാര്യം വന്നാലും ജീവിതത്തിൽ എന്തൊക്കെ ബാഡ് സിറ്റുവേഷൻ ആണെങ്കിലും ബാഡ് സിറ്റുവേഷൻ വന്നാലും അവരിങ്ങനെ തിങ്ക് ചെയ്യും, എല്ലാം നമ്മുടെ നന്മയ്ക്കായിട്ടാണ് ഇങ്ങനെ പ്രകൃതിശക്തി നമുക്ക് ഇങ്ങനെ ഓരോ സംഭവങ്ങൾ തന്നത് നമ്മുടെ നന്മയ്ക്കായി വേണ്ടി മാത്രമാണ്. എന്ത് വന്നാലും എന്ത് നെഗറ്റീവ് തിങ്സ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും അത് നമ്മുടെ നന്മയ്ക്കായിട്ട് മാത്രമാണെന്ന് വിചാരിക്കുന്നവരാണ് ഫസ്റ്റ് കാറ്റഗറിക്കാർ. ഇനി സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്ത് കാര്യം ചെയ്താലും എന്ത് കാര്യം കണ്ടാലും അതിൽ കുറ്റങ്ങൾ മാത്രം കണ്ടെത്തി പരാതിയും പരിഭവവും ആയിട്ട് അങ്ങനെ തന്നെ പറയുള്ളൂ, അങ്ങനെ തന്നെ നടക്കുന്ന ആൾക്കാരാണ് രണ്ടാമത്തെ കാറ്റഗറി. ഇനി മൂന്നാമത്തെ കാറ്റഗറിയിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അതായത് ചില സമയത്തൊക്കെ അവർ വിചാരിക്കും എന്ത് വന്നാലും അത് നമ്മുടെ നന്മയ്ക്കായിട്ടാണ് വരുന്നത്, എന്നാൽ ചില സമയത്തോ അവരെല്ലാത്തിനും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതാണ് 3 കാറ്റഗറിയിലുള്ള ആൾക്കാർ. ഇനി നമുക്ക് ഫസ്റ്റ് കാറ്റഗറിയെ നമ്മൾ എടുക്കാം. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ എന്ത് വന്നാലും നമ്മുടെ നന്മയ്ക്കായിട്ടാണ് മാത്രമാണ് സംഭവിക്കുന്നത് എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരല്ലേ. അപ്പം ഇവരുടെ ജീവിതത്തിൽ അവർ എന്ത് വിചാരിച്ചാലും ആ കാര്യങ്ങളൊക്കെ നടക്കും. കാരണം അവരുടെ മൈൻഡിൽ എന്താണ്, എല്ലാം എൻ്റെ നന്മയ്ക്കായിട്ട് വരുന്നതാണ്, എൻ്റെ നന്മയ്ക്കായി മാത്രമേ എൻ്റെ പ്രകൃതി ശക്തി എനിക്ക് ഓരോ കാര്യങ്ങൾ ഇട്ട് തരത്തുള്ളൂ. ഇനി എന്തെങ്കിലും ഒരു ഫെയിലിയർ അവരുടെ ജീവിതത്തിൽ ഉണ്ടായാൽ പോലും അവരെന്താ ചിന്തിക്കുന്നത്, എനിക്കൊരു ലിസൺ തന്നതാണ്, മീൻസ് ഇതിനകത്ത് നിന്ന് എനിക്ക് പാഠം ഉൾക്കൊള്ളാനുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഫെയിലിയർ ഉണ്ടായത്. അപ്പോൾ ഞാൻ തിരിച്ച് അടുത്ത പടി എന്താണെന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, എൻ്റെ ജീവിതത്തിൽ ഉയർച്ചയ്ക്കായിട്ട് അടുത്തത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊരു ഫെയിലിയർ അല്ല, ഇതൊരു ലെസൺ എനിക്ക് തന്നതാണ്, പ്രകൃതിശക്തി എനിക്ക് ശരിക്കും എൻ്റെ സക്സസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം തന്നതാണ്. ഇങ്ങനെ ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫോൾട്ട് എനിക്ക് ഉണ്ടായത്, ഈ ഫെയിലിയർ എനിക്കുണ്ടായത് എൻ്റെ നന്മയ്ക്കായി വേണ്ടി മാത്രമാണ്. ഇതിൽ നിന്ന് ഞാൻ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത ലെവലിലേക്ക് എനിക്ക് എത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കുന്നതാണ് ഫസ്റ്റ് കാറ്റഗറിയിലുള്ള ആൾക്കാർ. അതായത് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് എന്ത് തന്നെ നെഗറ്റീവ് നമ്മുടെ ലൈഫിൽ വന്നാലും ഈ ഫസ്റ്റ് കാറ്റഗറിക്കാർ എന്താ വിചാരിക്കുന്നത്, ഈ നെഗറ്റിവിറ്റിയിൽ നിന്നും അവർ എന്ത് ചെയ്യും, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കും. ഈ നെഗറ്റീവിൽ നിന്നും പോസിറ്റിവിറ്റിയിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ അവർ കണ്ടുപിടിക്കും. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, അവരൊരിക്കലും നെഗറ്റിവിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല, അവരെപ്പോഴും പോസിറ്റിവിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും എന്ത് കാര്യം അവർ വിചാരിച്ചാലും അത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ വളരെ എളുപ്പത്തിൽ കഴിയും. കാരണം അവിടെ പോസിറ്റിവിറ്റിയാണ് അവരുടെ ഉള്ളിലുള്ളത്, പോസിറ്റീവ് ചിന്തകളാണ് അവരെ നയിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് പോസിറ്റിവിറ്റി ചിന്തയിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അവിടെ നമ്മുടെ തോട്ട്സിനൊക്കെ ഹൈ ഫ്രീക്വൻസി ആവും. അത് ഹൈ ഫ്രീക്വൻസിയിലുള്ള സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളെ അട്രാക്റ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ ലക്ഷ്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും. അതാണ് ഫസ്റ്റ് കാറ്റഗറി. അപ്പം ലോ ഓഫ് അട്രാക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് പോസിറ്റിവിറ്റിയിലേക്ക് ഇരിക്കുക എന്നുള്ളത്. പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് ഇരിക്കുക എന്നുള്ളത് ലോ ഓഫ് അട്രാക്ഷനിലെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നതെന്നല്ലേ,
ശരിക്കും നമ്മളെല്ലാവരും നല്ല ഹാപ്പി ആയിട്ട്, നല്ല ലക്ഷറീസ് ആയിട്ട്, നല്ല മീൻസ് ഒരു സ്ട്രെസ്സും ഒരു എന്താ പറയുക ഒരു നെഗറ്റീവ് ചിന്തകളും ഇല്ലാതെ നല്ല വ്യക്തികളായി നമുക്ക് മാറണം. എല്ലാവരെ പോലെയും നല്ല ലാവിഷായിട്ട് നമുക്ക് ജീവിക്കണം അല്ലേ? നമ്മൾ എന്തിനാ സ്ട്രഗിൾ ചെയ്യുന്നത്? നമുക്കൊരു സ്ട്രഗിളും നമുക്ക് വേണ്ട. അപ്പം ലോ ഓഫ് അട്രാക്ഷനിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പോസിറ്റിവിറ്റിയിലേക്ക് ഇരിക്കുക എന്നുള്ളത്. പോസിറ്റീവായിക്കൊണ്ട് ചിന്തകളെ നമ്മൾ കൺട്രോൾ ചെയ്ത്, നമ്മൾ പോസിറ്റീവായിരിക്കുമ്പോൾ എന്താ പറ്റുന്നത്, അവിടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ നമ്മൾ ലെറ്റ് ഗോ ചെയ്യും അല്ലേ? നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരുമ്പം അത് ലെറ്റ് ഗോ ചെയ്യും. എന്നിട്ട് നമുക്ക് ഈ ഫസ്റ്റ് കാറ്റഗറിക്കാർ അതിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തി മുന്നേറാൻ വേണ്ടി ശ്രമിക്കും അല്ലേ? അപ്പം നമ്മൾ ഈ നെഗറ്റീവ് തോട്ട്സുകളേക്ക് ലെറ്റ് ഗോ ചെയ്ത് നമ്മുടെ മൈൻഡിൽ പോസിറ്റീവ് തോട്ട്സ് മാത്രമായിരിക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, നമുക്ക് പെട്ടെന്ന് തന്നെ മാനിഫെസ്റ്റേഷൻസ് നടക്കും. അപ്പം ഈ ടെക്നിക്ക് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് എന്ത് വന്നാലും എൻ്റെ നന്മയ്ക്കായിട്ടാണ് അത് യൂണിവേഴ്സ് തരുന്നത്, പ്രകൃതി ശക്തി എൻ്റെ നന്മയ്ക്കായിട്ടാണ് അത് എനിക്ക് ഇട്ട് തരുന്നത് എന്ന് ഉറച്ച് വിശ്വസിക്കുക. നമുക്ക് ഈ ലോ ഓഫ് അട്രാക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുക, എല്ലാം അവിടത്തേക്ക് സമർപ്പിക്കുക. നമ്മളിപ്പം നമ്മുടെ യൂണിവേഴ്സിൽ എല്ലാം സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ പേടിയുണ്ടോ? നമുക്കവിടെ എന്തെങ്കിലും നടക്കത്തില്ല, എനിക്കിത് കിട്ടത്തില്ല എന്നുള്ളൊരു ഭയമുണ്ടോ? ഒരിക്കലും ഇല്ല. നമ്മളെല്ലാം പ്രകൃതി ശക്തിനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. പിന്നെ അവിടെ ആരാ അത് കൺട്രോൾ ചെയ്യുന്നത്? പ്രകൃതി ശക്തിയെ കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് അതിനകത്ത് ഒരു റൂളും ഇല്ല. നമ്മളൊരു തോട്ട് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ പോസിറ്റീവായി ഇരുന്നു കൊണ്ട് നമ്മളെല്ലാം പ്രകൃതി ശക്തിയിലേക്ക് സമർപ്പിച്ച് നമ്മൾ ചെയ്യേണ്ട ആക്ഷൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ പെട്ടെന്ന് തന്നെ മാനിഫെസ്റ്റേഷൻസ് നടക്കും. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, എല്ലാം നമ്മളിങ്ങനെ പ്രകൃതി ശക്തിനെ ഏൽപ്പിച്ചിട്ട് നമ്മളിരിക്കുമ്പോൾ ഇനി പ്രകൃതി ശക്തിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ലേ പ്രകൃതി ശക്തി ചെയ്യുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കുമല്ലേ? ചിലപ്പോഴെങ്കിലും ഒരു തോട്ട് നമ്മുടെ മൈൻഡിലേക്ക് വരും. അങ്ങനെ ഇല്ല കേട്ടോ. നമ്മൾ എന്താണോ നമ്മൾ പ്രകൃതി ശക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ സമർപ്പിക്കുന്നത്, എന്താണോ നമുക്ക് വേണ്ടത്, ആ ഒരു തോട്ടിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ പ്രകൃതി ശക്തി അത് മാത്രമേ നമുക്ക് തരുള്ളൂ. നമുക്ക് എന്ത് വന്നാലും നമ്മുടെ നന്മയ്ക്കായിട്ട് മാത്രമാണ് അത് വരുന്നത്. അത് നമ്മൾ ഉൾക്കൊള്ളണം. ശരിക്കും നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കും കാര്യങ്ങളും എല്ലാം യൂസ് ചെയ്ത് അത് നമ്മൾ പ്രകൃതി ശക്തിക്ക് സമർപ്പിക്കുക. എന്നിട്ട് നമ്മൾ ലെറ്റ് ഗോ ചെയ്യുക. പിന്നെ നമ്മൾ അയ്യോ അത് നടക്കുമോ, ഇത് നടക്കുമോ, അത് അങ്ങനെ ചെയ്യുമോ, ഇതിങ്ങനെ ചെയ്യുമോ, ഇതെനിക്ക് എവിടെ നിന്ന് കിട്ടും, എനിക്ക് ഇത്രയും ക്യാഷ് എവിടെ നിന്ന് കിട്ടാനാണ്, അല്ലെങ്കിൽ ഈ കാര്യം എനിക്ക് എങ്ങനെ ലഭിക്കാനാണ്, ഈ ജോബിനുള്ള യോഗ്യത എനിക്കില്ലല്ലോ, ഇതെങ്ങനെ കിട്ടാനാണ്, അതും ഇതും നിങ്ങൾ ചിന്തിക്കില്ലേ? നിങ്ങൾ അഫർമേഷൻസ് എഴുതി നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് ലെറ്റ് ഗോ ചെയ്യും. ലെറ്റ് ഗോ ചെയ്യുക മീൻസ് പ്രകൃതി ശക്തിയെ ഏൽപ്പിക്കുക. പ്രകൃതി ശക്തിയെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ കാമായിരിക്കുക, നിങ്ങൾ കൂളായിട്ട് നടക്കുക. നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. അപ്പോഴാണ് അവിടെ മാനിഫെസ്റ്റേഷൻസ് നടക്കുന്നത്. മനസ്സിലായോ? നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുക, നമ്മൾ അഫർമേഷൻസ് എഴുതുക, നമ്മൾ അന്നേരം ലെറ്റ് ഗോ ചെയ്യുക, നമ്മൾ പ്രകൃതി ശക്തിക്ക് വിട്ടുകൊടുക്കുക. അവിടെ നിന്ന് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തരട്ടെ, നമുക്ക് തരും. ഉറപ്പായിട്ട് ആ കാര്യം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. നിങ്ങൾ 100% എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ. ഞാൻ ഓരോന്നും അച്ചീവ് ചെയ്യുമ്പോഴും നിങ്ങളും അതുപോലെ ആകണം എന്നുള്ള ഒരു ആത്മാർത്ഥമായ ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഞാൻ ഈ വീഡിയോസ് ഇന്ന് ചെയ്യുന്നത്. എന്തൊക്കെ ഹെൽത്ത് ബ്ലെസ്സിങ്സ് എനിക്കുണ്ടായിട്ടും ഞാൻ വീഡിയോ മുടങ്ങാതെ ഞാൻ ചെയ്യുന്നത് ശരിക്കും എന്നോടൊപ്പമുള്ള എൻ്റെ കൊളീഗ്സ് ആണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എൻ്റെ ലവിങ് വ്യൂവേഴ്സ് ആണെങ്കിലും അവർക്ക് ആ ഒരു ബെനിഫിറ്റ് കിട്ടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ ചിലർ പറയും, ഞാൻ പോസിറ്റീവായിട്ടിരിക്കുന്നുണ്ട്, ഞാനെല്ലാം ലെറ്റ് ഗോ ചെയ്യുന്നുണ്ട്, ഞാനെല്ലാം പ്രകൃതി ശക്തിയെ ഏൽപ്പിക്കുന്നുണ്ട്, ഞാൻ എല്ലാ ടെക്നിക്കും യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ അഫർമേഷൻസ് എഴുതുന്നുണ്ട്, എന്നിട്ട് എന്താ എനിക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് എന്ന് നമ്മൾ ചിലർ ചിന്തിക്കുന്നുണ്ടാവും. എന്താ അവിടെ സംഭവിക്കണമെന്നറിയോ? ഇവർ ചിന്തിക്കും, ഇവർ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് അതിനെക്കുറിച്ച് ചിന്തിക്കും, പോസിറ്റീവായിട്ടിരിക്കും, ഒക്കെ വിഷ്വലൈസ് ചെയ്യും, എല്ലാം ചെയ്യും. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള സമയങ്ങളിൽ ഫുള്ള് നെഗറ്റീവിലിരിക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് അവിടെ മാനിഫെസ്റ്റേഷൻസ് നടക്കുന്നത്? നമ്മൾ ഫുൾ ടൈം പോസിറ്റിവിറ്റിയിൽ ഇരിക്കണം, നമ്മൾ ഫുൾ ടൈം ഹാപ്പി ആയിരിക്കണമെങ്കിൽ മാത്രമേ നമുക്ക് മാനിഫെസ്റ്റേഷൻസ് എളുപ്പത്തിൽ നടക്കുകയുള്ളൂ. അത് പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. നമ്മൾ ലോ ഓഫ് അട്രാക്ഷനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് നടക്കാതെ പോകുന്നെങ്കിൽ അതിൻ്റെ 100% ഉത്തരവാദിത്വം നമുക്കാണ്. നമ്മൾ ഹാപ്പി ആയിരുന്നു, നമ്മൾ പോസിറ്റിവിറ്റിയിലേക്ക് വന്നുകൊണ്ട് നമ്മൾ ഫുൾ എനർജറ്റിക് ആയിട്ട് എന്ത് വന്നാലും എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും നമ്മുടെ ഹാപ്പിനെസ്സിനെ അതൊന്നും ബാധിക്കില്ല എന്ന് ഉറച്ച വിശ്വാസം മനസ്സിൽ കൊടുത്തുകൊണ്ട് നമ്മൾ അഫർമേഷൻസ് എഴുതി നമ്മൾ
അതുപോലെ തന്നെ ആ 24 hours നമ്മൾ ഹാപ്പി ആയിരുന്ന് നമ്മുടെ എന്താ പറയുക പോസിറ്റിവിറ്റിയിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് പ്രകൃതി ശക്തിക്ക് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ അപ്പം തന്നെ പ്രകൃതി ശക്തി അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുതരും. നിങ്ങൾ ഒരൊറ്റ കാര്യം നിങ്ങൾ ഒന്ന് അഫർമേഷൻസ് ഒന്ന് പറഞ്ഞ്, അഫർമേഷൻസ് എന്താണെന്നറിയാമല്ലോ, അവരുടെ പ്രതിജ്ഞാവാചകങ്ങൾ. എനിക്ക് ജോലി കിട്ടാനാണെങ്കിൽ ആ ജോലി കിട്ടിക്കഴിഞ്ഞു, ആ ജോലിക്ക് ഇത്ര സാലറി ഉണ്ട്, ഞാൻ ജോലിക്ക് പോകുന്നു, അങ്ങനെ ഇങ്ങനെ നിങ്ങൾ എന്തോ ചെയ്യാൻ വിഷ്വലൈസ് ചെയ്യുക. വിഷ്വലൈസ് ചെയ്തിട്ട് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. അത് പ്രകൃതി ശക്തിക്ക് വിട്ടുകൊടുക്കുക. മനസ്സിലായോ? ഇതിൽ ഒരുപാട് ടെക്നിക്കുകളുണ്ട്. നമുക്ക് പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് ടെക്നിക്കുകളുണ്ട്. നിങ്ങൾ എൻ്റെ വാട്സപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ക്ലാസ്സുകളിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്താൽ നമുക്ക് ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയി നമുക്ക് ഓരോ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും. അത് 100% ഗ്യാരണ്ടിയാണ്. 100% ഗ്യാരണ്ടിയാണ് കാരണം എനിക്ക് എൻ്റെ സ്റ്റുഡൻസ് എനിക്ക് ഹാപ്പിനെസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ വീഡിയോസ് ആക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ സമയം കിട്ടാനിട്ടാണ് കേട്ടോ. ആ വീഡിയോസ് ആക്കിയിട്ട് ഞാൻ 1 by 1 ആയിട്ട് നിങ്ങളോട് തന്നെ അവർ തന്നെ നിങ്ങളോട് വന്ന് പറയും അവരുടെ സക്സസ് സ്റ്റോറീസ്. അപ്പം അത്രത്തോളം 100% സക്സസ് റേറ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ എപ്പോഴും വന്നിട്ട് നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളത് നിങ്ങൾ ചെയ്ത് നിങ്ങൾക്കും ജീവിക്കേണ്ടേ, നല്ല രീതിയിലൊരു ജീവിതം നിങ്ങൾക്കും വേണ്ട, എന്തിനാ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഫസ്റ്റ് കാറ്റഗറിക്കാർക്ക് നെഗറ്റിവിറ്റി ഇല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? നെഗറ്റീവ് കാര്യങ്ങൾ വരത്തില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഇല്ല, അവർക്കും ഉണ്ട് കേട്ടോ, നെഗറ്റീവ് അവർക്കും വരും. അവരെന്ത് ചെയ്യുന്നേ? അവരെ ബുദ്ധിപൂർവ്വം നെഗറ്റീവ് വരുമ്പോൾ അത് പോസിറ്റീവാക്കി അവർ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആ മൈൻഡ് സെറ്റ് അവരവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഈ നെഗറ്റീവ് തിങ് എനിക്ക് വന്നെങ്കിൽ അത് ശരിക്കും എനിക്ക് വലിയൊരു സക്സസ്സിലേക്ക് പോകാനായിട്ട് എനിക്ക് പ്രകൃതി ശക്തി ഇട്ട് തന്നതാണ്. അപ്പോൾ എനിക്കിതൊരു അവസരമാണ്, ഇതിൽ കൂടി വേണം ഞാൻ കയറി പോകാനായിട്ട് എന്നവർ ആ നെഗറ്റിവിറ്റി അവർ പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരും. ആ ഒരു മൈൻഡ് സെറ്റാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടത്. നമ്മുടെ മൈൻഡ് സെറ്റ് പോസിറ്റീവ് ആയി നമ്മൾ കീപ്പ് ചെയ്താൽ തീർച്ചയായിട്ടും അത് മാത്രം മതി നമുക്ക് ജീവിതത്തിൽ വിജയിക്കാനായിട്ട്. ഇത് നമ്മുടെ ഫസ്റ്റ് കാറ്റഗറിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരല്ലേ, അവർക്ക് അതേ അറിയൂ, അവരതേ പറയത്തുള്ളൂ. ഇനി നമ്മൾ എത്രയൊക്കെ തന്നെ അവരോട് പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും അവർ ആ നെഗറ്റീവിൽ ആ കുറ്റങ്ങളും പറഞ്ഞ് പരാതികളും പറഞ്ഞ് അങ്ങനെയേ അവരിയ്ക്കത്തുള്ളൂ. എത്ര തന്നെ നമ്മൾ പറഞ്ഞു കൊടുത്താലും അവർ അതിൽ നിന്ന് പുറത്തേക്ക് വരത്തില്ല. അവർക്ക് ഇഷ്ടമില്ല അങ്ങനെ വരുന്നത്. ഇനി എന്തെങ്കിലും ഒന്ന് അവർക്ക് നല്ല കാര്യം കിട്ടിയാൽ പോലും അവരോട് ഇത് ഞാൻ എനിക്ക് കിട്ടേണ്ടതായിരുന്നു, ഇപ്പോഴാണ് ഇത് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇനി അതിനകത്ത് ഇത് ഇത്രയല്ലേ ഉള്ളൂ, ഞാൻ അത്രയുമാണ് എനിക്ക് കിട്ടേണ്ടിയിരുന്നത്, ഇതൊക്കെ എന്തുവാ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. രണ്ടാമത്തെ കാറ്റഗറി. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ തന്നെ മൈൻഡിലേക്ക് നെഗറ്റീവ് ഇട്ട് കൊടുക്കുന്നതും പോരാഞ്ഞിട്ട് ഇവർ മറ്റുള്ളവരോടും കൂടി നെഗറ്റീവ് പറഞ്ഞു കൊടുക്കും. മറ്റുള്ളവരുടെ കൂടി പോയി അവർ പറയും ഇതൊന്നും കിട്ടത്തില്ലടേ, വെറുതെയാണ്, ഇതൊക്കെ നമ്മൾ നിൻ്റെ സമയം പോകുന്നല്ലാതെ ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ സമയം വേസ്റ്റാണ്, ഇതൊന്നും നമുക്ക് ഒന്നും പറഞ്ഞിട്ടുള്ളതൊന്നുമല്ല, ഇത് ശരിയാവത്തൊന്നുമില്ല, നീ വേറെ പണി നോക്കി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെയും കൂടി നിരുത്സാഹപ്പെടുത്തുന്ന ഒരു സ്വഭാവക്കാരാണ് രണ്ടാമത്തെ കാറ്റഗറി. എന്താ ചെയ്യണമെന്ന് പറയാം, അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ മാറണം. മനസ്സിലായോ? നമുക്ക് മറ്റുള്ളവരെ മാറ്റാൻ പറ്റില്ല, അത് നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യമില്ല. നമ്മുടെ ക്യാരക്ടറും നമ്മുടെ ശീലങ്ങളും മാത്രമേ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. മറ്റുള്ളവരുടെ എന്താ പറയുക, അവരുടെ സ്വഭാവം നമുക്ക് മാറ്റാൻ പറ്റില്ല. അത് നമ്മുടെ ജോലിയല്ല. നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ എയിമാണ്. നമുക്ക് കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്, നമ്മുടെ സ്വപ്നങ്ങളുണ്ട്, അത് നമുക്ക് സാക്ഷാത്കരിക്കണം അല്ലേ? അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അല്ല നമ്മൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കേണ്ട, അവരുടെ നെഗറ്റീവ് കാര്യങ്ങൾ, അവർ നെഗറ്റീവ് വന്ന് നമ്മളോട് പറയുന്നവരെ നമ്മൾ മാക്സിമം നമ്മൾ മാറ്റി നിർത്തുക. മനസ്സിലായോ? ജസ്റ്റ് ഒരു ഹായ് ബൈ റിലേഷൻഷിപ്പ് മാത്രമായിട്ട് അതിനെ നമ്മൾ കീപ്പ് ചെയ്യുക. കാരണം നമുക്ക് വിജയിക്കാനുണ്ട്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നേടാനുണ്ട്. നമ്മൾ ആ നെഗറ്റിവിറ്റിയിൽ അകപ്പെട്ട് അവരോടുമായിട്ട് സഹവസിച്ചു കൊണ്ടിരുന്ന നമുക്ക് എന്ത് നേടാൻ പറ്റും? നമ്മുടെ തേർഡ് കാറ്റഗറി ഞാൻ പറഞ്ഞു, രണ്ടും കൂടി ചേർന്ന ആൾക്കാരാണ് അല്ലേ. ചിലപ്പോൾ വിചാരിക്കുന്ന നന്മയ്ക്കായിട്ടാണ് എല്ലാം സംഭവിക്കുന്നത് വിചാരിക്കും, ചിലപ്പം നെഗറ്റീവ്, ഫുള്ള് നെഗറ്റീവ്, കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം ഇത് എവിടെയാണ് പ്രശ്നം എന്നറിയോ? കാരണം ഇവർ പൊതുവെ ബേസിക്കലി ഇവർ നല്ല ആൾക്കാരാണ്, ബേസിക്കലി ഇവർ പോസിറ്റീവായിട്ട് ഇരിക്കേണ്ട ആൾക്കാരാണ്. പക്ഷേ ചില സമയത്ത് ചില ആൾക്കാർ വന്ന് അവരോട് നെഗറ്റീവ് പറയുമ്പോൾ അവരതിലേക്ക് അങ്ങ് ഇറങ്ങി പോവാണ്.
മനസ്സിലായി? അവരുടെ മൈൻഡ് ചാഞ്ചാടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരാൾ വന്നിട്ട് ഡി ഇതൊന്നും നിനക്ക് ശരിയാവില്ല, അല്ലെങ്കിൽ എടാ ഇതൊന്നും നിനക്ക് ശരിയാവത്തില്ല, നീ വേറെ എന്തെങ്കിലും നോക്കിക്കോ, വലിയ വലിയ കുഴപ്പങ്ങളുണ്ടാവും നീ ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കേട്ടോ എന്ന് വന്ന് പറയുമ്പോൾ അവർ ശരിക്കും ആ ഒരു കാര്യം ചെയ്യാനായിട്ട് റെഡിയായി നല്ല പോസിറ്റീവ് എനർജിയോട് കൂടി അവരിയ്ക്കുമ്പോഴാണ് ഈ രണ്ടാമത്തെ കാറ്റഗറിക്കാർ വന്നിട്ട് ഇവരോട് ഇങ്ങനെ പറയുന്നത്. അപ്പോഴത്തേനും എന്ത് ചെയ്യും? അവരുടെ മൈൻഡങ്ങ് ചാഞ്ചാടും. ശരിയാണോ പറഞ്ഞ് ശരിയാണല്ലോ, ഇനിയിപ്പോൾ അതിനെല്ലാത്തിനും കൂടെ പോയിട്ട് ഞാൻ എന്തിനാ ഇല്ലാത്ത പുലിവാലൊക്കെ പിടിച്ച് വെക്കുന്നത്, വേറെ വല്ല പ്രശ്നങ്ങളുമായി പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരുടെ മൈൻഡ് അങ്ങ് ഡൈവേർട്ടായി അവർ നെഗറ്റിവിറ്റിയിലേക്ക് കൂട്ടി വീഴും. ഇതാണ് മൂന്നാമത്തെ കാറ്റഗറിക്കാരുടെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ ഇവരുടെ പ്രത്യേകത, ഇവർക്ക് സ്റ്റേണായിട്ട് ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവില്ല. കഴിവുണ്ട്, അവരുടെ ഉള്ളിൽ കഴിവുണ്ട്, പോസിറ്റിവിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഉറച്ചൊരു തീരുമാനം എടുക്കാൻ, ഇപ്പം അവർ വന്നിട്ട് അങ്ങനെ ചെയ്താലോ, നമുക്ക് അങ്ങോട്ട് പോയാലോ, ശരി പോവാം, ഇനി ഇപ്പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് പറയാം നമുക്ക് ഇതുവഴി പോവാം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ബിസിനസ് തുടങ്ങിയാലോ, നമുക്ക് അങ്ങനെ ചെയ്യാം. ഇങ്ങനെ അവർക്ക് എങ്ങോട്ടാണ് എന്താണ് വേണ്ടത് എന്നുള്ള ഒരു ക്ലാരിറ്റി അവരുടെ മൈൻഡിൽ ഉണ്ടാവത്തില്ല. ഉണ്ടാക്കിയെടുക്കാൻ അവരോട്ട് ശ്രമിക്കത്തുമില്ല. കാരണം ആൾക്കാർ പറയുന്നതിനനുസരിച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ കാറ്റഗറിയിലുള്ള. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ പറയുന്നത്, നമ്മൾ നല്ലത് മാത്രം കാണുകയും കേൾക്കുകയും ചെയ്യുക. ഈവൻ നമ്മൾ സോഷ്യൽ മീഡിയയിൽ, നമ്മൾ യൂട്യൂബിൽ എപ്പോഴും നമ്മൾ വീഡിയോസ് കാണുന്നവരും ഫേസ്ബുക്ക് ആണെങ്കിൽ നമ്മളെപ്പോഴും ആക്റ്റീവായിരിക്കുന്ന ആൾക്കാരുമാണല്ലോ. പക്ഷെ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ നെഗറ്റീവ് ന്യൂസിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കല്ലേ. നിങ്ങളുടെ മൈൻഡ്, നമ്മൾ നെഗറ്റീവ് ന്യൂസിലേക്ക് ഫോക്കസ് കൊടുക്കുമ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പതിയുവാണ്. നേരെ വെളുക്കുമ്പോൾ നിങ്ങൾ പത്രം എടുത്തിട്ട് ചരമകോളങ്ങൾ മാത്രം വായിച്ച് കുറേ സ്ഫോടന കേസുകളും അല്ലാത്ത കേസുകളും എന്താ പറയാനാ പീഡന കേസുകളും അങ്ങനെ കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ വായിച്ച് പോകുമ്പോൾ ഇതെല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പതിയുവാണ്. അവിടെ പിന്നെ നമുക്ക് പോസിറ്റീവായിരിക്കാൻ പറ്റുമോ? നമുക്ക് ആ 24 hours നമുക്ക് ഇതൊക്കെ തന്നെയായിരിക്കും ചിന്ത. പിന്നെ നമ്മൾ പബ്ലിക്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ഇത് തന്നെയായിരിക്കും അവിടുത്തെ ചർച്ചയെന്ന് പറയുന്നത്. ഇന്ന് പത്രത്തിൽ ഇന്ന് കണ്ടായിരുന്നോ, നീ അത് കണ്ടായിരുന്നോ, അവിടെ ആ നടക്കുന്നുണ്ടോ, ഇവിടെ ഇത് നടക്കുന്നുണ്ടോ. നമുക്ക് ന്യൂസ് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ആവശ്യമില്ലാത്ത നെഗറ്റീവ് ന്യൂസിലേക്ക് നിങ്ങൾ ഫോക്കസ് കൊടുക്കല്ലേ. കാരണം നമ്മൾ എന്തിനാ വെറുതെ നമ്മുടെ ലൈഫ് ഇങ്ങനെ സ്പോയിൽ ചെയ്ത് കളയുന്നത്? നമുക്കൊരു 100 കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാനുണ്ട്, നമുക്കൊരു 100,000 എന്താ പറയാനാ പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാനുണ്ട്. നമ്മൾ പ്രശ്നങ്ങളിൽ കുത്തി അവിടെ ഇങ്ങനെ കിടന്ന് കൈകാലിട്ട് അടിച്ച് കരഞ്ഞതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ നെഗറ്റീവ് ന്യൂസിലേക്ക് നിങ്ങൾ ഫോക്കസ് കൊടുക്കല്ലേ. നമുക്ക് വേണ്ട, നമുക്ക് ഒരു നെഗറ്റീവ് കാര്യങ്ങൾ നമുക്ക് വേണ്ട. നമ്മൾ നല്ല പോസിറ്റീവായിട്ടിരിക്കുക. നമ്മുടെ ജനറേഷൻ, പുതിയ ജനറേഷൻ, അതുപോലെ തന്നെ എനിക്ക് ശരിക്കും ഏജ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. മീൻസ് ഒരു 45 above 60 ബിലോ ആയിട്ടുള്ള ഒരുപാട് പീപ്പിൾ എൻ്റെ സ്റ്റുഡൻസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ നമുക്ക് ഇവരുടെയൊക്കെ പ്രശ്നം എന്തായിരുന്നെന്ന് അറിയാം. ഇത്രയും വർഷങ്ങൾ ഇവരൊന്ന് ക്ലെവറായിട്ട് ചിന്തിച്ചിരുന്നെങ്കിൽ, അവരെ ആരെങ്കിലും ഒന്ന് ഗൈഡ് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇന്ന് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഈ ഒരു ഏജിലും അവരിങ്ങനെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരില്ലായിരുന്നു. ശരിക്കും എനിക്ക് ചിലപ്പോഴൊക്കെ എനിക്കും തന്നെ സങ്കടം തോന്നാറുണ്ട്. പക്ഷേ എനിക്ക് ആ നെഗറ്റീവ് എല്ലാം കൂടെ ഉള്ളിൽ കയറ്റി വെക്കാൻ പറ്റില്ലല്ലോ. സങ്കടം തോന്നുക. കാരണം ജീവിതകാലം മൊത്തവും പണിയെടുക്കുന്ന ആൾക്കാർ ഒരു 19-20 വയസ്സിൽ ജോലി ചെയ്യാൻ തുടങ്ങുന്നവരെ 50, 55, 60 വയസ്സ് വരെയും അവർ കിടന്നിട്ട് നെട്ടോട്ട് മൂടുകയാണ്. എന്നിട്ട് അവർക്ക് ആ ഒരു സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ലൈഫിൽ അവർക്കൊരു നല്ലൊരു ഹാപ്പിനെസ് ഉണ്ടോ? അവിടെ അവർക്ക് 100,000 പ്രശ്നങ്ങളാണ്. ഇത് എന്തുകൊണ്ടാണ്? മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമാണ്. ഇതൊന്ന് പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ പാവങ്ങൾ നല്ലവണ്ണം നല്ല ഹാപ്പി ആയിട്ട് നല്ല ലക്ഷൂറിയസ് ആയിട്ട് അവർ ജീവിച്ചു പോയേനായിരുന്നു. വീണ്ടും ഞാൻ പറയുകയാണ്, ഈ കാറ്റഗറി 2ഉം കാറ്റഗറി 3യും നമുക്ക് വേണ്ട. നമ്മൾ കാറ്റഗറി 1ൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക. അതായത് എപ്പോഴും പോസിറ്റീവ് ചിന്തകളെ കൊണ്ടുവരിക, നെഗറ്റീവ് ചിന്തകളെ നമ്മൾ അകറ്റി നിർത്തുക, നെഗറ്റീവ് ആൾക്കാരെ നമ്മൾ അകറ്റി നിർത്തുക. അതുപോലെ തന്നെ നമ്മൾ നെഗറ്റീവ് ന്യൂസും കാര്യങ്ങളും ഒന്നും ഈ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നിങ്ങൾ കയറ്റി വെക്കല്ലേ. നിങ്ങൾ അതൊക്കെ എടുത്ത് കളാം. എന്നിട്ട് നമ്മളൊരു പോസിറ്റീവ് എനർജിയിലേക്ക് വായോ. നല്ല എനർജറ്റിക് ആയിട്ട് ഹാപ്പി മൊമെൻറ്റ്സുകൾ നിങ്ങൾ എൻജോയ് ചെയ്യും. നിങ്ങൾ ഈ TV സീരിയലിൽ ഇരുന്ന് കണ്ട് കരഞ്ഞ് ആ സീരിയൽ മൊത്തവും മനസ്സിൽ കയറ്റി ആ നെഗറ്റീവ് തോട്ടിലൊക്കെ അങ്ങനെ ജീവിച്ച് പിന്നെ അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ 2 പെണ്ണുങ്ങൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ സ്റ്റോറിയാണ്. നീ ആ സീരിയൽ കണ്ടാലും അതിൽ മറ്റത് അങ്ങനെ സംഭവിച്ചു, ഇതിങ്ങനെ സംഭവിച്ചു, ഇനി നാളെ എന്താവും, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ നെഗറ്റീവ് തോട്ടുകൾ നിങ്ങൾ മൈൻഡിലേക്ക് കയറ്റുന്ന ആ ഒരു സ്വഭാവം നിങ്ങളങ്ങ് മാറ്റി നിങ്ങളെ കൊല്ലുക ചെയ്യുന്നത്. നിങ്ങളുടെ സമയവും കൊല്ലുന്നു, നിങ്ങളുടെ ഫ്യൂച്ചറിനെ അത് ഇല്ലാതാക്കുക.
നമുക്ക് എൻ്റർടൈൻമെൻറ്റ് വേണം. നല്ല ഹാപ്പി ആയിട്ടുള്ള നല്ല കോമഡി സീരീസുകൾ നിങ്ങൾ കാണുക, എത്ര വേണമെങ്കിലും നിങ്ങൾ കാണുക. നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ പറ്റും, നമുക്ക് അതിൽ നിന്നൊന്നും ഉൾക്കൊള്ളാനൊന്നും ചിലപ്പോൾ കിട്ടില്ലായിരിക്കും, പക്ഷേ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും മൈൻഡിൽ. നമുക്കതാ വേണ്ടതല്ലേ. നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്? ഹാപ്പി ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് വേണം, എനർജറ്റിക് ആയിട്ടുള്ള ഒരു ബോഡി വേണം, അതുപോലെ തന്നെ പോസിറ്റീവായിരിക്കുന്ന മൈൻഡ് അല്ലേ. ഈ 3 കാര്യങ്ങളും ഉള്ളപ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ നല്ല പുതിയ പുതിയ ചിന്തകൾ നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത്. ആ ചിന്തകളെ നമ്മൾ ഹൈ ഫ്രീക്വൻസി ആകുമ്പോൾ ആ ചിന്തകൾക്ക് നമുക്ക് പ്രകൃതിശക്തിയെ നമ്മൾ ഓരോ ഗോളും നമ്മൾ സെറ്റ് ചെയ്ത് അതിൽ നല്ല എനർജറ്റിക് ആയിട്ട് ഇരുന്നുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്യാനുള്ള നമ്മുടെ ഫസ്റ്റ് കാറ്റഗറിക്കാരെ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുക. നമുക്ക് ഫസ്റ്റ് കാറ്റഗറി ആയാൽ മതി കേട്ടോ. എൻ്റെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും അവരെ ഫസ്റ്റ് കാറ്റഗറി തന്നെ ആയിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് കൗണ്ട് ഡൗൺ ചെയ്ത് ഇന്ന് തന്നെ നിങ്ങളൊരു തീരുമാനം എടുക്കുക. എന്ത് തന്നെ വന്നാലും ഞാൻ ഇന്നത്തെ ദിവസം ഞാൻ പോസിറ്റീവായിട്ടേ ഇരിക്കുന്നു, ഇന്നത്തെ ദിവസം ഞാൻ ഫുള്ള് ഹാപ്പി ആയിരിക്കും, ഇന്നത്തെ ദിവസം എൻ്റെ സന്തോഷത്തിനെ മറികടക്കാൻ, എൻ്റെ സന്തോഷത്തിനെ കെടുത്തിക്കളയാൻ ആരെയും ഞാൻ അനുവദിക്കില്ല. എൻ്റെ ബോസ് ഞാനാണ്, എനിക്ക് അവിടെ ഞാൻ പറയുന്നതാണ് എൻ്റെ തീരുമാനങ്ങൾ. ഞാൻ തീരുമാനം എടുക്കാൻ എന്നെ കൊണ്ട് പറ്റും, എനിക്ക് എൻ്റെ പ്രകൃതി ശക്തിയുണ്ട്, എന്ത് കാര്യം വേണമെങ്കിലും എനിക്ക് അവിടെ ഏൽപ്പിക്കാൻ പറ്റും. ഞാൻ പോസിറ്റീവായിട്ടിരുന്നു കൊണ്ട് എൻ്റെ ഓരോ ആഗ്രഹങ്ങളും ഓരോ ലക്ഷ്യങ്ങളിലേക്ക് ഞാൻ എത്തും. ഞാൻ അതിനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും. ഇന്നു മുതൽക്ക് ഞാനൊരു പുതിയ വ്യക്തിയാണ്. ഞാനിങ്ങനെ സ്ട്രഗിൾ ചെയ്യേണ്ടുന്ന ഒരാളല്ല. ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് എൻ്റെ ബർത്ത് റൈറ്റാണ്. അത് എല്ലാവരുടെയും ജന്മ അവകാശമാണ്. ഫിനാൻഷ്യൽ റൈറ്റ് എന്ന് പറയുന്നത് പഠിച്ചവന് ആരെയും പ്രകൃതി ശക്തി ആരെയും പാവത്തുങ്ങളായിട്ട് ജനിപ്പിക്കുന്നില്ല, പണക്കാരനായിട്ട് ജനിപ്പിക്കുന്നില്ല. എല്ലാവരെയും ഒരുപോലെ സൃഷ്ടിച്ചു വിട്ടതാണ്. അപ്പം എൻ്റെ ഉള്ളിലും അവനെ പോലെയുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ അവളെ പോലെയുള്ള കഴിവുകൾ എൻ്റെ ഉള്ളിലുണ്ട്. എനിക്കും കഴിയും, എനിക്കും ആ ഒരു ലെവലിലേക്ക് എത്താനായിട്ട് എനിക്ക് കഴിയും. എൻ്റെ ഉയർച്ചകൾക്ക് അതിർവരമ്പുകളില്ല. എത്രത്തോളം എനിക്ക് ഉയരാൻ പറ്റുമോ അത്രത്തോളം ഞാൻ ഉയർന്നുകൊണ്ടേയിരിക്കും എന്നുള്ള ഒരു തോട്ട് മൈൻഡിൽ കൊടുത്തുകൊണ്ട് നല്ല പോസിറ്റീവ് ആൻഡ് എനർജറ്റിക് ആയിട്ടിരിക്കുക. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ബിലീവ് മൈ വേർഡ്സ്. ഞാൻ വെറുതെ ഇങ്ങനെ പറയുമല്ല, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അന്നും ഇന്നും എന്നും എൻ്റെ ഓരോ എക്സ്പീരിയൻസുമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. തീർച്ചയായിട്ടും എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും നല്ലൊരു കുടുംബജീവിതത്തോടെയും ഐശ്വര്യവും സമാധാനവും സന്തോഷവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഞാൻ ഇനിയുള്ള വീഡിയോകളിലൊക്കെ തീർച്ചയായിട്ടും പല ടെക്നിക്കുകൾ നമ്മുടെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന പുതിയ ടെക്നിക്കുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. എല്ലാ ടെക്നിക്കുകളും ഞാൻ ട്രൈ ചെയ്ത് സക്സസ് ആയി ആ 100% റിസൾട്ട് എനിക്ക് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നിങ്ങൾക്ക് യാതൊരു ഡൗട്ടും വേണ്ട, അതവിടെ സംഭവിക്കുക തന്നെ ചെയ്യും. പക്ഷേ നിങ്ങളുടെ മൈൻഡ് സെറ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ക്യാച്ചപ്പ് ചെയ്യണം, എങ്കിലും മാത്രമേ നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ ലോ ഓഫ് അട്രാക്ഷനെ കുറ്റം പറഞ്ഞ് മറ്റുള്ളവരെയും കുറ്റം പറഞ്ഞ് നടന്നുകൊണ്ട് കാര്യമില്ല. ലോ ഓഫ് അട്രാക്ഷൻ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ചെയ്യേണ്ട രീതിക്ക് ചെയ്താൽ അത് ഫലം തരുന്ന ഒരു മെത്തേഡുമാണ്. ലോ ഓഫ് അട്രാക്ഷൻ ഒരിക്കലും വെറുതെ അല്ല. നിങ്ങൾ അത് അവിശ്വസിക്കരുത്. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട്, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ആ ലോ ഓഫ് അട്രാക്ഷൻ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവുമില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതോടൊപ്പം തന്നെ എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ ഇരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോസും നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വീഡിയോസ് കണ്ടാലും നിങ്ങൾക്ക് അതിലുള്ള ഓരോ ടെക്നിക്കുകളും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടന്നുകൊണ്ടേയിരിക്കും. ഇനി ക്ലാസ്സിൽ വന്നാൽ ഫുൾ ടൈം ഹാപ്പിനെസ് നിങ്ങൾക്ക് ഗ്യാരണ്ടിയാണ്. കാരണം നമ്മൾ അതിനുള്ള കാര്യങ്ങൾ ഫുൾ ടൈം എൻ്റെ കൂടെ. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഫുൾ ടൈം ഇങ്ങനെ ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഫുൾ ടൈമിലും 24 hours നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് പടിപടിയായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. എൻ്റെ എല്ലാ സ്റ്റുഡൻസും എല്ലാം അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കറിയാം എന്തുമാത്രം ഹാപ്പിനെസ്സാണ്, എന്തുമാത്രം എനർജി ലെവൽ ഹൈ ആണ് നമ്മുടെ ക്ലാസ്സുകളിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ആയെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഓക്കെ, so much for watching my video. I'll be back with another wonderful video. Thank you.